ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്വീറ്റ്സ് ആട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 250 ml കപ്പിന് 3/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇതിലോട്ട് അതേ കപ്പിന് തന്നെ ഒരു 1/2 കപ്പ് പൊടിച്ച ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര ഏകദേശം 2 ശർക്കര ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതന്നെ ഇത് മതിയാവും. ഇതിലോട്ട് പാകമായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 2 ഏലക്കയും ഒരു പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന പട്ടയും കറാമ്പുണ്ടല്ലോ, അതിലത്തെ പട്ടയാട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടെടുക്കുമ്പോൾ ഏറി പോകരുത് കേട്ടോ. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത ഏലക്കായൻ്റെയും പട്ടിൻ്റെ ഒക്കെ ഫ്ലേവറൊക്കെ ഇതിലോട്ട് ഇറങ്ങിക്കോളൂ കേട്ടോ. അതുകൊണ്ട് ഇനി ഇത് നമ്മൾ ശർക്കര ഇട്ടുകൊടുത്ത ശർക്കര ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ശർക്കരൻ്റെ പകരം വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കട്ടോ. അപ്പോൾ ശർക്കര ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ ശർക്കര നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി വരട്ടെ. ഇത് നന്നായി ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഒരു 3 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം. അപ്പം മുട്ട പൊട്ടിച്ചൊന്ന് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 മുട്ടയും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ 3 മുട്ട ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ചെറിയ തോടൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ, മുട്ടത്തോട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം. ഇത് കലക്കിയെടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് പതപ്പിച്ചെടുക്കൊന്നും വേണ്ട. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുത്ത ശർക്കര ചേർത്ത് തേങ്ങാപ്പാലുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കലക്കിയെടുത്ത മുട്ട ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നന്നായിട്ട് തന്നെ ചൂടാറി വന്നതിന് ശേഷം വേണം കേട്ടോ ഇതിലോട്ട് ഒഴിച്ചെടുക്കാൻ. ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ മുട്ടാകെ പിരിഞ്ഞ് പോവും. ഒരു തുള്ളി ചൂട് പോലും ഉണ്ടാവരുത് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം. ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിലാട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിപ്പ വെച്ചിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിപ്പ വെച്ചിട്ട് ഒഴിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത ഏലക്കായ അതേപോലെ തന്നെ പട്ടിയൊക്കെ ചേർത്ത് കൊടുത്തില്ലല്ലോ. പിന്നെ മാത്രമല്ല നമ്മൾ ശർക്കരയത്തെ കല്ലൊന്നും അരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇതിലൊന്ന് അരിപ്പയിൽ കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ഇതാ മുഴുവൻ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. എന്നിട്ട് വേണം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇത് എന്തുകൊണ്ടെങ്കിലും ഒന്ന് അടച്ചു വെക്കട്ടോ. ഇതുപോലെ അടപ്പുണ്ടോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. അല്ലെങ്കിൽ ഇതിലോട്ട് ഉൾഭാഗത്തേക്ക് വെള്ളം ഔട്ടോ അത് സ്റ്റീം ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 30 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ വേവായിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ചൂടാറി വന്നതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ 1 മണിക്കൂറോളം സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നാലാട്ടോ അത് കറക്റ്റായിട്ട് ഷേപ്പായിട്ട് വരുള്ളൂ. ഇനി ഇതിൻ്റെ 4 ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിക്കോളും. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവില്ലേ, നല്ല സോഫ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.